ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് വൈജയന്തിയുടെ നെറ്റിയിൽ തോക്കും ചൂണ്ടി നിൽക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യത്തിലാണ്. വൈജയന്തിയുടെ അടുത്ത് നമ്മുടെ അലീനയും നിൽക്കുന്നുണ്ട്. വൈജയന്തിയുടെ തലയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിന്റെ അടുത്ത് നിൽക്കുന്നത് ആരാന്ന് അറിയാമോ എന്ന്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നമ്മുടെ വീട്ടിലെ സെർവൻറ്റ് അലീന എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അല്ല, ഇത് നിനക്ക് ആഗ്ര കന്റോൺമെന്റിൽ വെച്ച് ക്യാപ്റ്റൻ സ്റ്റാർലിയിൽ ഉണ്ടായ കുട്ടിയാണ്, നിന്റെ മകളാണ് അലീന എന്ന് പറയുമ്പോൾ നമ്മുടെ വൈജയന്തി ഭയങ്കര ഷോക്കാവുകയാണ്. അലീന ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്, കരയുന്നുണ്ട്, അമ്മേനെ ഒന്നും ചെയ്യില്ല എന്ന രീതിയിൽ. അപ്പം അലീന വൈജയന്തി ആ സീക്രട്ട് അറിഞ്ഞപ്പോൾ പരസ്പരം ഇങ്ങനെ നോക്കുകയാണ്. വൈജയന്തി ഭയങ്കര സന്തോഷവും ഒരു ദേഷ്യവും എല്ലാം ഉണ്ട് വൈജയന്തിയുടെ ഫേസിൽ. എന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ അഹങ്കാരത്തിനും ജാടയ്ക്കും എന്തൊക്കെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബാലേന്ദ്രൻ ഭയങ്കര കട്ടക്കലിപ്പിൽ ദേഷ്യപ്പെടുന്നുണ്ട് വൈജയോട്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തോക്ക് ചൂണ്ടുന്നത് നമ്മുടെ അലീനയുടെ നേരെയാണ്. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് അറിയായിരുന്നില്ല ഇത് നിന്റെ അമ്മയാണെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഉവ്വ എന്ന്. ആ മറുപടി കേൾക്കുമ്പോൾ വൈജയന്തി പിന്നെയും ഷോക്കാവുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ബാലേന്ദ്രൻ, ഇതെല്ലാം മനസ്സിലറിഞ്ഞു വെച്ചോട്ട് നീ ഇവിടെ ഭയങ്കര അഭിനയം കളിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് അമ്മേനെയും മകളെ നല്ല രീതിയിൽ ഫയർ ചെയ്യുന്ന പോലെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ ദേഷ്യം മൊത്തം തീർക്കുന്നുണ്ട് ബാലേന്ദ്രനെ പറ്റിച്ചതിൻ്റെ പേരിൽ. പിന്നെ നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് വൈജയന്തിയുടെ തലയിലേക്ക് വെടി ഇങ്ങനെ ഉതിർക്കാൻ പോവാണ്. പിന്നെ നെക്സ്റ്റ് ക്ലിപ്പ് കാണിക്കുന്നത് അതൊരു ഫോട്ടോയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ബാലേന്ദ്രൻ ആലോചിക്കുന്ന പോലെയാണ്. വൈജയുടെ ഫോട്ടോയുടെ നേരെ ഗൺ വെച്ചിട്ട് ബാലേന്ദ്രൻ ആലോചിക്കുന്ന രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് ബാലേന്ദ്രൻ ബെഡിലേക്ക് ഇരുന്നിട്ട് ബാലേന്ദ്രൻ്റെ ബാഗ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്ന് മദ്യക്കുപ്പി എടുക്കുകയാണ്. അതും എടുത്തുകൊണ്ട് ബാലേന്ദ്രൻ നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോയിട്ട് ഗ്ലാസ് എടുത്തിട്ട് അതിനകത്തേക്ക് മദ്യം ഒഴിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാലേന്ദ്രൻ ഭയങ്കര നിരാശയും ദേഷ്യമൊക്കെ ഉണ്ട് ബാലേന്ദ്രൻ്റെ ഫേസിൽ. അപ്പോൾ അലീന വന്ന് നോക്കുന്നുണ്ട് ബാലേന്ദ്രൻ എന്താ ചെയ്യുന്നതെന്ന രീതിയിൽ. ബാലേന്ദ്രൻ ഇങ്ങനെ കാണിക്കുന്ന കണ്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അടുത്ത സീനിൽ കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുവാണ്. എന്നിട്ട് പറയുവാണ്, സാറ് വന്നിട്ടുണ്ട്, സാറ് പഴയ പോലെ അല്ല വന്നേക്കുന്നത്, എന്തോ കുഴപ്പമുണ്ടെന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ മുത്തശ്ശി അലീനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ പരിഭ്രാന്തിപ്പെടുന്നത്, എന്താ പ്രശ്നം എന്ന് പറയാൻ പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറ് അവിടെ ഇരുന്ന് മദ്യപിക്കുകയാണ്, ഡൈനിങ് ടേബിളിൽ ഇരുന്നെന്ന് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവനെ ഒന്നിങ്ങോട്ട് വിളിക്കാൻ പറയുകയാണ്. അപ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, പേടിക്കേണ്ട, അവൻ അത്ര കുഴപ്പക്കാരനൊന്നും അല്ല, നീ പോയി വിളിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അലീന പോയി ബാലേന്ദ്രനെ സാറെന്ന് വിളിക്കുമ്പോൾ സാറോ ആര് എന്ന് പറഞ്ഞിങ്ങനെ അലീനയെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ദേഷ്യമുണ്ട് കേട്ടോ ബാലേന്ദ്രൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, മുത്തശ്ശി അങ്ങോട്ട് വിളിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ വരാൻ പറ്റില്ല, ഞാൻ കുറച്ച് തിരക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന ഒന്നുകൂടെ പറയുന്നുണ്ട്, മുത്തശ്ശിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതേ വരാമെന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഡോർ തുറന്ന് കയറി ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ അലീന പുറകെ വരുന്നുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നിൻ്റെ എന്ത് പറ്റി ബാലേന്ദ്ര, മുഖമൊക്കെ എന്ത് ഇങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അപ്പോൾ ഇനി എന്ത് പറ്റാൻ, ഇതിൽ കൂടുതൽ പറ്റാനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മറുപടി പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പം മുത്തശ്ശി അലീനയോട് പറയുന്നുണ്ട്, അവൻ എന്ത് പറ്റി, അവൻ ഇതുവരെ എന്നോട് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലെന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അലീന ഒന്നും മറുപടി ഒന്നും പറയുന്നില്ല. അലീന അങ്ങോട്ട് നോക്കുമ്പോൾ ബാലേന്ദ്രൻ പിന്നെയും കുടിക്കാൻ വേണ്ടി കുപ്പി എടുത്തുകൊണ്ട് പോവുകയാണ് ബെഡ്റൂമിലേക്ക്. അപ്പോൾ അലീന പറയുന്നുണ്ട്, സാറ് പിന്നെയും കുടിക്കാൻ വേണ്ടി കുപ്പി എടുത്തുകൊണ്ട് പോവുക, മുത്തശ്ശി എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ മേഡത്തെ വിളിക്കട്ടെ എന്ന് അലീന ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ പറഞ്ഞാലൊന്നും ബാലേന്ദ്രൻ കേൾക്കില്ല, നീ മനുവിനെ വിളിക്കുന്നു പറഞ്ഞ് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അലീന ടെൻഷൻ അടിച്ച് ഉടനെ തന്നെ മനുവിനെ വിളിക്കുകയാണ്. മനുവേട്ടാന്ന് വിളിക്കുന്നുണ്ട് ഇങ്ങനെ. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ബാലേന്ദ്രൻ്റെ ബെഡ്റൂമിലിരുന്ന് വൈജയുടെ ഫോട്ടോ നോക്കി മദ്യപിക്കുവാണ്. അലീന ഡൈനിങ് ടേബിളിന് അവിടെ വന്ന് നിന്ന് ബാലേന്ദ്രൻ്റെ മുറിയിലേക്ക് നോക്കി നിൽക്കുവാണ് കേട്ടോ. എന്നിട്ട് അലീന മെയിൻ ഡോർ അടയ്ക്കാൻ വേണ്ടി തിരിഞ്ഞപ്പോഴേക്കും ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ബാലേന്ദ്രൻ മുറിയിൽ വീണേക്കുവാണ്. അലീന ഓടി ചെല്ലുന്നുണ്ട്. അലീന CPR ഒക്കെ കൊടുക്കുന്നുണ്ട്, പൾസൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അലീന നേരെ മുത്തശ്ശിയുടെ റൂമിലേക്ക് ഓടിപ്പോവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആളാകെ കിതച്ച് പറയാനൊന്നും പറ്റുന്നില്ല, ബാലേന്ദ്രൻ സാർ വീണു, എന്ത് പറ്റിയും ചോദിക്കുമ്പോൾ അറ്റാക്കാന്ന് തോന്നണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അലീന നേരെ ഫോൺ വാങ്ങിയിട്ട് ആംബുലൻസിനെ വിളിക്കുകയാണ്. ആംബുലൻസിനോട് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നീ പോയി ശർമ്മ ഡോക്ടറോട് കാര്യം പറയാമെന്ന് പറയുമ്പോൾ അലീന ഫോൺ വാങ്ങിയിട്ട് ഫോണിൽ സേവ് ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞാൽ ശർമ്മ ഡോക്ടറെ വിളിക്കുകയാണ്. ശർമ്മ ഡോക്ടറോടും കാര്യം പറയുന്നുണ്ട്. പിന്നീട് അലീന ഫോണായിട്ട് പുറത്തേക്ക് പോയിട്ട് മനുവിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുന്നുണ്ട്, ഞാനിപ്പോൾ തന്നെ വരാം, നീ ബാലേന്ദ്രൻ സാറിൻ്റെ അടുത്ത് തന്നെ നിന്ന് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പിന്നെ അലീന അടുത്ത് വിളിക്കുന്നത് വൈജയന്തിയാണ്. വൈജയന്തി വിളിക്കുമ്പോൾ വൈജയന്തിക്ക് തിരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ വന്നിട്ട് പറയാം മാഡം എന്ന് പറഞ്ഞ് ശർമ്മ ഡോക്ടർ വന്നു എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശർമ്മ ഡോക്ടർ വരുമ്പോഴേക്കും അലീന പറയുന്നുണ്ട്, ഞാൻ CPR കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്.
അവരകത്തേക്ക് പോകുമ്പോഴേക്കും പിന്നെ അടുത്ത കാണിക്കുന്നത് ആംബുലൻസ് വരുന്നതാണ്. നമ്മുടെ മുത്തശ്ശി അവിടെ കിടന്ന് ഭയങ്കര ടെൻഷൻ വെപ്രാളപ്പെടുവാണ്, ദൈവത്തെയൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ആംബുലൻസ് വരുമ്പോൾ അലീന നേരെ ഡോക്ടറെയൊക്കെ അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് വൈജയന്തി വീട്ടിലേക്ക് ടെൻഷൻ അടിച്ച് വണ്ടി ഓടിച്ച് വരുന്നതാണ്. അതോടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്.